താനെന്തോ ഫോൺ എടുക്കാത്തത്? ഞാൻ ഇരിക്കാമെന്നതല്ല, തന്റെ കൂട്ടുകാരനെ പേരില് അവന്മാര് എനിക്കിട്ടും പണത്. എന്ത് പണി? എന്റെ വീട്ടിൽ ഇന്നലെ രാത്രി ഒരു മോഷണം നടന്നേ. അവിടെ അമ്മര് കയറിയോ? കാശും എന്റെ കുറെ ഡോക്യുമെന്റ്സും കൊണ്ടുപോയി. ഇവിടെ അമ്മര് ഇന്നലെ ഇവിടെയും കയറി. എന്റെ ഭാര്യയുടെ താലിമാല ഉൾപ്പെടെ കൊണ്ടുപോയി. തന്നോടല്ലാതെ വിവരം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലേ. നാണക്കേടായതുകൊണ്ട് സ്റ്റേഷനിലും അറിയിച്ചില്ല. എന്നിട്ട് തന്റെ വൈഫ് അവിടെ? ഒരു ഇടിവെട്ടും പേമാരി ഒരുമിച്ച് പെയ്തിട്ട് അകത്ത് പോയി തളർന്ന് കിടപ്പുണ്ട്. എന്തുവാണ് ഇത്? ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ഇത്രയും സാങ്കേതിക വിദ്യയും CCTV ഒക്കെ ഉണ്ടായിട്ട് ഇതുവരെ അവന്മാരെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ താൻ വേറെ വല്ല പണിക്കും പോടോ. താനത്ത് പതുക്കെ പറഞ്ഞേ. ഈ പോലീസ് ജോലി വേണ്ട വേണ്ടെന്ന് ഞാൻ പണ്ടേ പറഞ്ഞതാ. ദേ എന്റെ 7 പവന്റെ മാല പോയത്, അതെനിക്കിന്ന് വൈകുന്നേരത്തിനുള്ളിൽ കിട്ടണം, പറഞ്ഞേക്കാം. തന്നോട് ഇത്ര പക തോന്നാൻ താൻ എന്തു ദ്രോഹോടോ അവർക്ക് ചെയ്തത്? താൻ നോക്കോ, ഈ ആഴ്ച ഞാൻ അമ്മരെ പൊക്കിയില്ലെങ്കിൽ എന്റെ തൊപ്പി ഞാൻ ഊരി വെക്കും. ഇക്കണക്കിന് പോയാലേ ഊരേണ്ടി വരില്ല, സാറുമാര് ഊരി മേടിച്ചോളും. താൻ എഴുന്നേറ്റേ. പരാതി എഴുതന്നോ? അല്ല, അതുകൊണ്ട് വലിയ പ്രയോജനമില്ലെന്നറിയാം. എന്നാലും ഇതാണ് സിയുടെ ആത്മാർത്ഥ സുഹൃത്ത് സണ്ണിയുടെ വീട്. ഇത് അടുക്കള വഴി. ഇവിടെ ഒരു പട്ടിക്കൂടുണ്ട്. ഇതാ ഇവിടെ. അപ്പൊ നമുക്കേ ഈ വണ്ടി ഇടവഴിയിൽ എവിടെയെങ്കിലും ഒതുക്കേണ്ടി വരും. കാരണം ഈ വീട്ടിൽ CCTV ഉള്ളതുകൊണ്ട് കുറച്ച് ദൂരെ മാറ്റി നിർത്തേണ്ടി വരും. അപ്പം അടുത്തേര നമ്മുടെ ദുബായിക്കാരൻ സണ്ണി. എന്തായാലോ ആ പോക്സോ കേസിന്റെ കാര്യം? പിന്നെ താനൊക്കെ എന്തിനാടോ തൊപ്പിയും വെച്ച് നടക്കുന്നത്? ഇന്ന് 4 മണിക്ക് മുമ്പായി ആ റിപ്പോർട്ട് എന്റെ ടേബിളിൽ എത്തിയിരിക്കണം. പറഞ്ഞ കേട്ടല്ലോ. തന്റെ തൊപ്പി താൻ തന്നെ ഊരി തരുന്നോ അതോ തനിക്കെതിരെ നടപടി എടുക്കാത്തതിന് മോളിൽ നിന്ന് എന്തുമാത്രം പ്രഷർ എനിക്കുണ്ടെന്ന് അറിയാവോ? ആ ADGP വിളിക്കാത്ത ദിവസങ്ങളില്ല. താൻ എന്റെ ഫാമിലി ഫ്രണ്ട് ആയിപ്പോയി. അതൊരു സൗകര്യമായിട്ട് താൻ കാണരുത്. എന്റെ സാറേ, ഈ കള്ളന്മാർ അത്ര നിസ്സാരക്കാരൊന്നുമല്ല. സാറിന് അറിയാലോ, ഈ CCTV ഫുട്ടേജ് വെച്ചിട്ട് നമ്മൾ മിക്ക കേസുകളും തെളിയിച്ചിട്ടുള്ളത്. പക്ഷെ ഇവന്മാരിവിടെ ആ പഴുതും അടച്ചു കളഞ്ഞിരിക്കുകയാണ്. എന്റെ കഴിവിന്റെ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട്. എനിക്കൊരു ഒരാഴ്ച കൊണ്ട് സാറതാ, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ അമ്മരെ പൊക്കും. മതി. ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ്. ഇന്നലെ തന്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെയാടോ മോഷണം പോയത്? എന്തൊരു നാണക്കേടാടോ ഇത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓർമ്മയുണ്ടല്ലോ, only 1 week. സാർ, താനെന്ത് കോപ്പിലെ പണിയാണോ കാണിച്ചത്? കോപ്പിലെ പണിയോ? ഞാനോ? ഇവിടെ എന്റെ വീട്ടിൽ മോഷണം നടന്ന കാര്യം ആരോടും പറയരുതെന്ന് തന്നോട് ഞാൻ പറഞ്ഞല്ലേ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ ആ കാര്യം കമ്മീഷണർ എങ്ങനെ അറിഞ്ഞ? തന്റെ വീട്ടിലെ മോഷണം കമ്മീഷണർ അറിഞ്ഞോ? എങ്കിൽ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടാവും. കള്ളൻ കപ്പലിൽ തന്നെ കാണുമെന്നോ? ആ, തന്റെ ഭാര്യ. നിങ്ങൾ ഫാമിലി സുഹൃത്തുക്കളല്ലേ? ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് തന്നെ പോകും മോനെ. അതെന്നാ വർത്താനം? 2 ദിവസം നിന്നിട്ട് പോയാൽ മതി രണ്ടുപേരും. അതുകൊണ്ട വീട് 2 ദിവസമായിട്ട് അടച്ചിട്ടേക്കാ. നാട്ടിലാണെ ഭയങ്കര കള്ളന്മാരുടെ ശല്യം. അപ്പൊ പോണം. ഞങ്ങൾ ഇന്ന് തന്നെ മടങ്ങും മോനെ. ശരി എന്നാ. അപ്പനെ അമ്മേനും പറഞ്ഞു പോകാനുള്ള തിടുക്കം കണ്ടില്ലേ? ആർക്കും ഒന്നും മനസ്സിലാകത്തില്ലെന്ന് അവളുടെ വിചാരം. കണിച്ചായ ടിക്കറ്റും പാസ്പോർട്ടും എല്ലാം എടുത്തിട്ടില്ലേ? കണ്ടില്ലേ, ഞാൻ പോകാൻ നോക്കിയിരിക്കുകയായിരുന്നു അവൾ കാമുകനെ വിളിക്കാൻ. എന്റെ മേരി, ഇന്ന് നമ്മുടെ ഹണിമൂണാ. അടുക്കള വാതിലും കുറ്റിയിടല്ലേ?
പറഞ്ഞതുപോലെ അടുക്കള വാല് തുറന്നിട്ടിട്ടുണ്ടല്ലോ. മേരി, എടീ ദേവലോക നർത്തകി, നിന്നെയും നിന്റെ ഇന്ദ്രനെയും ഞാനൊന്ന് താലകുരിക്കൂ കൂടി. മേരി, മേരി. എന്തായാലും മുൻവാതിൽ കൂടെ വരുള്ളൂ. പട്ടിയെ തുറന്നു വിട്ടിട്ടില്ല. ഡാൻസും കളിച്ച് കാമുകനെ നോക്കിയിരിക്കുക. രണ്ടിനും ഞാൻ കൊന്നു. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ പറഞ്ഞല്ലേ ചേച്ചി ഉറങ്ങിട്ട് വിളിക്കാന്ന്. ഞാൻ പറമ്പിൽ നിന്നിട്ട് കൊതുകടി കൊണ്ട് എന്റെ പകുതി ചോര പോയി. ഇനി നിന്നാ കൊതുകടിച്ചെന്റെ ബാക്കി ചോരം പോകും. പിന്നെ ഞാൻ വന്നിട്ട് ഒരു കാര്യമില്ല. എന്തിനാ പറമ്പൊഴി വന്നേ? ആ ചെറിയ ഗേറ്റ് ഞാൻ പൂട്ടിയിട്ടില്ലായിരുന്നല്ലോ. നീ ഇങ്ങനെ മണ്ടത്തരം പറയില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നേരെ വഴി വരാൻ പാടില്ല. അതിന് വളഞ്ഞ വഴിയെ വന്നം. മുല്ലപ്പോക്കിന്റെ നീങ്ങി വന്നേ. ആക്രമണം കാണിക്കല്ലേ? ഞാൻ ചേച്ചി ഉറങ്ങിയോ നോക്കിട്ട് വരാം. ഓ, ഇതിനെന്തിനാ ചേച്ചി? നമ്മൾ രണ്ടുപേരും പോരെ. അവരറിഞ്ഞ എല്ലാം കഴിഞ്ഞു. എന്താ കാര്യം ചെയ്യ്, ഇവിടെ കയറിയിരിക്കും. ഞാൻ പോയി നോക്കിട്ട് വരാം. അല്ല, ഞാൻ വരാം. ഞാൻ പോയിട്ട് വരാം. പെട്ടെന്ന് വരില്ലേ? പെട്ടെന്ന് വരാം. കഥ കടക്കി. ഇങ്ങോട്ട് വാ. നീ എവിടെ കറങ്ങി നടക്കണത്? അത് ശരി, ചേച്ചി ഉറങ്ങിയാൻ നോക്കാൻ പോയിട്ട് അതിനിടയ്ക്ക് ഡ്രസ്സ് മാറിയ. എന്തായാലും ഇത് കൊള്ളാം. ഈ പിക്ചർ വണ്ണക്കുറവ് തോന്നുന്നുണ്ട്. ഇതെന്താണ് മുഖം മൂടി? ഇങ്ങോട്ട് വന്നേ. അയ്യോ, മേരി, 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 മേരി. ഇതിവിടെ നമ്മളെ പോയത്. ഇങ്ങോട്ട് വരാൻ ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞല്ലേ എന്റെ മുറിയിൽ ഇരുന്നാ മതിയെന്ന്. പറഞ്ഞാലും കേൾക്കില്ല. ഇങ്ങോട്ട് നടക്ക്. ആ ചേച്ചിയുടെ തുള്ളൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവരെങ്ങനെ കണ്ടെങ്കിലോ? നമുക്ക് ഇവിടെ ഇരിക്കാം. ദാസേട്ടാ, ഇത് എവിടെ പോയി? ഇങ്ങോട്ട് വാ ദാസേട്ടാ. മേരി, ഞാനിവിടെ. നീ ഇതെവിടെ പോയതാ? ഇതിനകത്ത് കേറി. ചേച്ചി ഉറങ്ങിയോന്ന് നോക്കാൻ പോവാന്ന് ഞാൻ പറഞ്ഞല്ലേ. അതിന് ഒരു പ്രാവശ്യം പോയപ്പോലെ എപ്പോഴും പോണ. ആരാ എപ്പോഴും പോയത്? അത് പോട്ടെ. നീ പോയി ഡ്രസ് മാറിയാ? ഡ്രസ് മാറിയോന്ന്? ചേട്ടൻ എന്തൊക്കെയാ പറയണേ? ഞാനാണ് ഡ്രസ് മാറിയത്, ചേട്ടനല്ലേ? ഞാനോ? ആ, ഡ്രസ് ഏതെങ്കിലും ആയിക്കോട്ടെ. ഇനിയിപ്പോ അതില്ലേലും കുഴപ്പമില്ല. നീ വാ. അതല്ല, എപ്പോഴും ഇങ്ങോട്ട് കയറിയത്? ഓ, ഇനി അതൊന്നും പറഞ്ഞു കളയാൻ സമയമില്ല. നീ ഇങ്ങ് വന്നേ. വാ, നീ ഇങ്ങ് വാ. ചെയ്യാം. പൊന്നെ, സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്ന തിരുവോണം. അയ്യോ, ഞാനും നോക്കിയിട്ട് വരാം. കൊള്ളാലോ. അടുക്കള വെക്കേണ്ട പാത്രം അലമാരിക്കകത്ത്. വവ്വാലും കുടി തുടങ്ങി. സെറ്റപ്പാണല്ലോ. മിച്ചർ വരെ അടിച്ചു കുടിക്കുന്നു. പല്ല് കാണത്തില്ല.
ബെഡ്റൂം എവിടെ ആയിരിക്കും? ഇരുട്ട്. ഇരുട്ട് നന്നായി ഇവിടെ കാര്യം. പിശാചിന് ഉറക്കമില്ലേ? കടന്ന തുള്ള നട്ടപ്രാന്ത പിടിച്ച പോലെ വല്ല ഉറക്കവിളിയും കലക്കി കൊടുക്കണം സാധനത്തിന്. നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു? നിങ്ങളെന്തിനാ ഇങ്ങോട്ട് തള്ളിക്കറി വന്നേ? ഞാൻ സിഗ്നൽ തരുമായിരുന്നില്ലേ? ഉണ്ണിയുടെ സിഗ്നൽ എന്നിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതല്ല, പിന്നെ ഞാൻ ചാരിയപ്പോ പൊട്ടണ പറഞ്ഞു. ആണോ? അതെ, ആ വേലക്കാരി പെണ്ണ് ഉറങ്ങിയിട്ടില്ല. അവൾ ഉറങ്ങിയില്ലെന്ന് മാത്രമല്ല എന്നെ പിടിച്ച് റൂമിൽ കയറ്റാനും നോക്കി. അവളുടെ മുറിയിൽ വേറെത്തിനൂടെ കയറിയിട്ടുണ്ട്. ആര്? ഈ വീട്ടിലെ വേലക്കാരനാണെന്നാ തോന്നുന്നത്. പിന്നെ ആ കള്ളൻ ചന്ദ്രൻ ഇതിനകത്ത് എവിടേക്കോ കറങ്ങി നടക്കുന്നുണ്ട്. അവനെന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? ഇപ്പൊ എല്ലാം കൊളാവോ? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഒരു പിടിയില്ല. മോഷണവും അനാശാസ്യവും ആകെ അടിപൊളി. ഞാൻ ആ ചന്ദ്രനെ പോയി നോക്കിയിട്ട് വരാം. നിങ്ങൾ വരുന്ന നമുക്കിങ്ങനെ അങ്ങ് പറഞ്ഞാലാ? അവനെ കാണുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, സാറേ എന്റെ അരങ്ങേറ്റോ സാറേ. കിട്ടുന്ന പ്രൈസ് 50-50 പ്ലീസ് സാർ. എന്ത് കാര്യത്തിൽ? അല്ല പോണെന്തിനാ ഞാൻ? അല്ല ഞാൻ പറയട്ടെ, ഒരു 2 മിനിറ്റ്. എൻ്റെ ഊഹ ശരിയാണെങ്കിൽ അമ്മാരിവിടെ ഉണ്ടാവും. വാ മേരി, വാതിൽ തുറക്ക്. ഒരു 2 മിനിറ്റ് ഒന്ന് വാതിൽ തുറക്ക്. മേരി, മേരി. അയ്യോ പോലീസാ. വേണ്ട, ബാക്കിലെ ഡോർ വഴി നോക്കാം. വാ. വീട്ടിൽ എവിടെന്നാ വന്നേന്ന് ഞാൻ അറിയിക്കുന്നു. നീ എന്താ അവിടെ? എന്നാ നിന്റെ പുറകെ ഇരിക്കുന്നത്? അല്ല ഇത് മുല്ലപ്പൂ. നീ മുല്ലപ്പൂ ഒക്കെ ആയിട്ട് എങ്ങോട്ടാ പോണേ? അല്ല മുല്ലപ്പൂ കാണുമ്പോ ഒരു സന്തോഷം ഉണ്ടല്ലോ. മുല്ലപ്പൂവൊക്കെ ആയിട്ട് നീ എന്നാ മണിയറിലേക്ക് പോവാണോ? പോ സാറേ. മണിയറിലേക്ക് പോവാണോ? ചോദിച്ച കേട്ടില്ലടാ. ഇതെന്താണെന്ന് നിനക്കറിയാവോ? ഇതാണ് വെട്ടിവെക്കണ സാധനം. സാറിനോട് പൊറുക്കണം. ഞാൻ വെക്കട്ടെ. ഞാനൊരു ചെറിയ പൊട്ടിക്കലിന് വന്ന സാറ് വലിയ പൊട്ടിക്കല്ലേ. അയ്യോ സാറേ, ഞാൻ പറയട്ടെ സാറേ. എന്നാ പറയാൻ? സാറ് ഞാൻ പറയട്ടെ. ഞാൻ ഈ മേരിയായിട്ട് ചെറിയ രാവിലത്തെ കടലിൽ തോക്ക് മാറ്റി സാറേ. എന്തിനാ? മാറി നിന്നല്ലോ. എല്ലാരും വന്നേ. ചേച്ചിയാ സണിച്ചയം പോയില്ലേ? ഇങ്ങോട്ട് മാറിക്കടാ. ആഹാ.
മോഷണമായിരുന്ന പരിപാടിയല്ലേ? ഞാൻ വെറുതെ ഇവളെ സംശയിച്ചു. നമസ്കാരം സാറേ. എല്ലാരും ഉണ്ടല്ലോ. നമസ്കാരം. ഉണ്ണിക്കട്ടാ നോക്കട്ടെ. ഫുൾ സെറ്റപ്പ് ആണല്ലോ. ആ മാസ്ക് ഒന്ന് മാറ്റുമോ? മുഖം ഒന്ന് കാണാനുള്ള കൊതിയുണ്ടാ? നീ ഉണ്ടായിരുന്നു അവരോട്? ഞാനേ ഇവരെ ഫോളേ വന്നേ സാറേ, സത്യം. ഇതെന്താണ് തോക്കൊക്കെ ആയിട്ട്? അത് പിന്നെ വെറുതെ. തിരിച്ചു പോയില്ലേ? ടിക്കറ്റ് ശരിയായില്ലല്ലോ. എല്ലാരും വിളി ജീപ്പ് കയറ്റ്. എടുക്കണോ? ശരി എന്നാ. ഓക്കെ, ഗുഡ് നൈറ്റ്.